ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സ്റ്റാർട്ടർ തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്റ്റാർട്ടറാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എരിവൊന്നും ഒരുപാടില്ലാത്ത ഡിഷാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ബ്രോസ്റ്റഡ് പ്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഏകദേശം ആ ഒരു പ്രിപ്പറേഷൻസ് ആണ്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒറിഗാനോയോ തൈമോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് ഒറിഗാനോയോ തൈമോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോൺസ് ബ്രോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 350 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ വേണം, സോയ സോസ് വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സോയ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസിന് ആവശ്യമായ കുറച്ച് ഉപ്പും, എന്താണെന്ന് വെച്ചാൽ സോയ സോസിൽ ഉപ്പുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്രോൺസും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് വലിയ പ്രോൺസ് എടുക്കുകയായിരിക്കട്ടെ എപ്പോഴും നല്ലത്. ഒരുപാട് വലിയ പ്രോൺസിനേക്കാൾ ഒരു മീഡിയം വലിപ്പമുള്ള പ്രോൺസ് എടുക്കുകയായിരിക്കും നല്ലത്. തീരെ ചെറിയ പ്രോൺസ് ഈ ഒരു റെസിപ്പിക്ക് അത്ര നല്ലതല്ല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൗഡറുകൾ മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് മൈദപ്പൊടി, ഒരു 1/4 കപ്പ് കോൺഫ്ലവർ, ഇതിലേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട, ഈ പൊടികൾക്ക് ആവശ്യമായ ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മുടെ ഈ ബ്രോസ്റ്റിന് ഒരു കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ, ഒരുപാട് കളർ റെഡ് ആവണ്ട, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. നമുക്ക് ഇതെല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലും ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം കോട്ട് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്യാം, 1 പ്രാവശ്യം കോട്ട് ചെയ്യണമെങ്കിൽ 1 പ്രാവശ്യം കോട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 പ്രാവശ്യം കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായിട്ട് എടുക്കണം. ഒരുമിച്ച് എടുക്കരുത്, ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ഇനി പ്രോൺസ് എടുത്ത് നമ്മൾ നമ്മുടെ മൈദപ്പൊടിയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മുട്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊന്നുകൂടി നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഇട്ട് കോട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ പ്രോൺസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ കോട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോട്ടിങ് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുക. ഈ മൈദപ്പൊടി തട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രോൺസ് 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വീതമേ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൗഡർ സോക്കായി പോകും മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ഓരോ ബാച്ച് ഫ്രൈ ചെയ്യുന്നതനുസരിച്ച് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണ വയ്ക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഒരു മൈദപ്പൊടി മിക്സായി പോവും. അതുകൊണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ കൂടുതൽ പ്രോൺസ് ഇട്ട് കൊടുക്കരുത്, കുറച്ച് പ്രോൺസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 7 or 8 എണ്ണം ഒരു ബാച്ചിൽ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എണ്ണ വയ്ക്കുന്നതനുസരിച്ച് പ്രോൺസിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുത്താം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് കുക്കായി വരട്ടെ.
പ്രോൺസ് മുട്ടയായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. ഒരുപാട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കില്ല, ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുള്ളൂ. നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പതുക്കെ അനക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അനക്കി കൊടുക്കരുത്. ഒന്ന് കുക്കായി വരുമ്പോൾ അനക്കി കൊടുക്കുക. രണ്ട് സൈഡിലേക്കും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡ് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇതാ ഈ ഒരു കളറായപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്ന കളറല്ല, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറാണ്. ഒരുപാട് ഡാർക്ക് അല്ല കേട്ടോ. ഇനി ഞാൻ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോസ്റ്റഡ് പ്രോൺസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ പ്രോൺസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.